കാലത്തെ അവന് പഴങ്ങഞ്ഞാ പതിവ്. കുറച്ച് ധൈര്യം. പിന്നെ ഈ കാന്താരി ഉള്ളിയും കൂടെ അടിച്ചു കൊടുത്താൽ അവനത് മതി. താമസി ഞാൻ ചെയ്യാം. അയ്യോ വേണ്ട വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. പനി എങ്ങനെയുണ്ട് ചാ? കൊറോണ ഈ പനിയും വെച്ച് രാവിലെ തന്നെ പച്ചവെള്ളത്തിൽ കുളിക്കണമായിരുന്നു. എന്നോട് പറയാറുന്നല്ലേ, ഞാൻ വെള്ളം ചൂടാക്കി തന്നേനെ. ഓ സാരമില്ലത്. ഇവിടെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ തന്നെ ആ പനിയും കൂട്ടു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ പ്രിൻസ് എല്ലാം ഉറക്കുമായിരുന്നു. അവന് വിളിക്കായിരുന്നു. എന്നോട് എന്തെങ്കിലും എൻ്റെ അമ്മച്ചി ഒരു ദിവസം ഞാനങ്ങ് മാറി എന്നുള്ളൂ. ഒറ്റ മനുഷ്യൻ ആ തൊഴുത്തലോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് എന്നാ കോലായിരുന്നറിയോ. ഇപ്പൊ ഒന്ന് നോക്കി എങ്ങനെ ഉണ്ടത്. ഈ മിണ്ടാപ്രാണികളുടെ കാര്യമാണ്. അത് നിങ്ങൾക്ക് കൊല്ലം അറിയോ? ആ എന്നാ പോലോസേ? ധ്യാനത്തിന് പന്തലിടാൻ കുറച്ച് കവുങ്ങ് വെട്ടാൻ വേണ്ടി വന്നതായിരുന്നു. അതിനെന്താ? ദേ കല്യാണ ആവശ്യത്തിന് വേണ്ടി കവുങ്ങ ആവശ്യത്തിനെടുത്തോ. നോക്കടാ, നമുക്ക് പറ്റുമോ നോക്കടാ. ഇതിനൊന്നും നീട്ടം വരില്ല അമ്മച്ചി. കുറച്ചെടുക്കാടാ, തുണിയെടുക്കാം. എന്നാ ദേ താഴെ കുറെ മണ്ട പോയ കവുങ്ങുണ്ട്, അത് ആവശ്യത്തിന് വെട്ടിയെടുത്തു. ആ ജാതിയിലും കൂടിയാലും വേണ്ട വെട്ടണേ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ ശരിയാവില്ല. ഞാനും വരാം. ഞാനേ ഒന്ന് നോക്കിച്ചു വരാം, ഇല്ലെങ്കിൽ അത് കുളമാക്കും. പരിശുദ്ധ യാക്കോബായ സഭയുടെ അതിശ്രേഷ്ഠമായ ആന്തരിക വിശുദ്ധീകരണ ധ്യാന യോഗത്തിലേക്ക് ജാതിഭേദമന്യേ ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പരിശുദ്ധ യാക്കോബ സഭയുടെ ഇടുക്കി ഭദ്രാസനത്തിന്റെ കീഴിലുള്ള അതിശ്രേഷ്ഠമായ ആന്തരിക വിശുദ്ധീകരണ ധ്യാന യോഗത്തിലേക്ക് ജാതി മതഭേദ. ഒന്നും ഹലോ, ഇച്ചാന എവിടെയാ? ഞാൻ ഇവിടെ തൊട്ടടുത്തുണ്ട്. ഈ കുരിശുപാറ വഴിക്ക് ധ്യാനത്തിന്റെ അനൗൺസ്മെന്റ് നടത്തുക. ആഹാ, അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യോ? അല്ല, ഞാൻ വണ്ടി ഓടിക്കുക. വല്ലതും കഴിച്ചായിരുന്നോ? വന്ന് കഴിച്ചിട്ട് പോവായിരുന്നല്ലേ? ഓ ഇല്ലെന്നേ, നേരമില്ല. എനിക്ക് കുറച്ചും കൂടെ പോസ്റ്റർ ഓടിക്കണ്ട്. എടാ, പോസ്റ്റർ 10 രൂപയല്ലേ ഉള്ളൂ, ഇപ്പൊ തീരൂലേ അത്? അപ്പൊ നോട്ടീസോ? ആ നോട്ടീസ് കുറേ ഉണ്ട്. ആ ഇല്ല, ഇപ്പൊ വരാൻ പറ്റത്തില്ല. അമ്മച്ചിട്ടും കൂടെ ഒന്ന് പറഞ്ഞേക്കാവോ? ആ എടി കൊച്ചേ, നിന്റെ ഏതൊരു കൂട്ടുകാരി വിളിക്കുന്നു. ആരാ അപ്പച്ചാ? എനിക്കറിയത്തില്ല ആരാ. ഹലോ, ഇന്നാ ബെറ്റ്സിയാ. എടി ഞാനാ. ആ അനീറ്റ. നീ എന്നെ വിളിക്കാന് ഇത് എവിടെയുള്ള എന്നാ പറ്റി? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാവോ? എടാ, മമ്മി ഫോൺ മേടിച്ച് വെച്ചിരിക്ക. നിനക്കറിയാലോ മമ്മിയുടെ സ്വഭാവം. എനിക്ക് എന്നൊന്ന് കാണണം, കുറെ കാര്യം പറയാനുണ്ട്. എടി സ്ലീവാച്ച വരുന്നുണ്ട്, ഞാൻ വെച്ചേക്കുവാ. വിളിക്കണേ? ആ വിളിക്കാം. ശരി. എടാ കട കൊല്ലുന്നു, ഞാൻ കൂടിക്കോളാം. ആ എന്നാ പറ്റി? എനിക്ക് ആ ധ്യാനത്തിന്റെ പോസ്റ്റർ ഓടിക്കാൻ പോകണ്ട്. എനിക്ക് പസാലൊക്കെ ഒരു സ്ഥലമാണ്. ഇതിനാണ് വീട്ടിൽ പോകാതെ. ഇപ്പൊ പോവാ.